ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ആരായിരുന്നു എന്ന ചോദ്യത്തിന് നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? ഇന്ന് ലോകം ഭരിക്കുന്നതിൽ അപകടകാരിയാണെന്ന് ഉറപ്പിച്ച് പറയാനാകുന്ന ഭരണാധികാരിയുടെ കൂട്ടത്തിൽ പ്രധാനി തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന പേര്. ഗാസയിലെ കുഞ്ഞു കുട്ടികളെ പോലും കൊന്നൊടുക്കുന്ന പൈശാചികതയുടെ വക്താവായ ഇയാളെ തൊടാൻ എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് കഴിയാതെ പോകുന്നത്? അതിന് കാരണം ചില രാജ്യങ്ങൾ തന്നെയാണ്. വംശഹത്യ നടത്തുന്ന നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്ന അമേരിക്ക എന്ന രാഷ്ട്രമാണോ എല്ലാത്തിൻ്റെയും കാരണക്കാരൻ? ഇസ്രായേലിനെ ആരാണ് സംരക്ഷിക്കുന്നത്? ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗാസയിൽ ഇസ്രായേൽ നരനായാട്ട് ആരംഭിച്ചിട്ട് വർഷങ്ങളായി. വംശഹത്യയുടെ ചരിത്രം ഏറ്റവും നന്നായി അനുഭവിച്ച അതേ സമൂഹം തന്നെയാണ് ഇന്ന് ഗാസയിൽ കാണിച്ചു കൂട്ടുന്നത്. ഹമാസിന്റെ പേരും പറഞ്ഞ് അവർ കൊന്നൊടുക്കിയത് എന്തിനാണ് തങ്ങൾ കൊല്ലപ്പെടുന്നത് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളെയായിരുന്നു. അത്രയും വലിയ ക്രൂരത. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന, സ്വന്തം അധികാര കസാര നിലനിർത്താൻ വേണ്ടി മാത്രം പണിപ്പെടുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇവിടുത്തെ പ്രധാന വില്ലൻ എന്ന് ആർക്കാണ് അറിയാത്തത്? ആ വില്ലനെ അല്ലെങ്കിൽ ആ കുറ്റവാളിയെ സംരക്ഷിക്കാൻ ഇപ്പോഴും രാജ്യങ്ങൾ ഒരുക്കവുമാണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതി കുറ്റവാളിയായി കണ്ട ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ വിസമ്മതം പ്രകടിപ്പിച്ച ഹംഗറിയോട് വിശദീകരണം ആവശ്യപ്പെടുകയാണ് കോടതി. നമുക്ക് വാർത്തയിലേക്ക് വരാം. ഗാസ മുനമ്പിൽ ഫലസ്തീനികൾക്കെതിരെ ആക്രമണം നടത്തിയതിന് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചുമത്തി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് വ്യക്തത നൽകാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അതായത് ICC ഇന്നലെ ഹംഗറിയോട് ആവശ്യപ്പെട്ടു. നെതർലാൻഡ്സിലെ ഹേഗിൽ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോടതി നെതന്യാഹു ഏപ്രിൽ 3 ഹംഗറിയിൽ എത്തിയെന്നും ഏപ്രിൽ 6 വരെ അവിടെ തുടർന്നുവെന്നും വ്യക്തമാക്കി. ഇന്ന് രാവിലെ സമർപ്പിച്ച കോടതി അപേക്ഷയ്ക്ക് ഹംഗേറിയൻ അധികൃതർ ഇതുവരെ മറുപടിയും നൽകിയിട്ടില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സന്ദർശന വേളയിൽ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ സ്ഥാപക ഉടമ്പടിയിൽ നിന്ന് പിന്മാറാനുള്ള ഉദ്ദേശം ഹംഗറി പ്രഖ്യാപിച്ചിരുന്നു. നെതന്യാഹു ബുഡാപെസ്റ്റിൽ എത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാന വാർത്താ ഏജൻസിയായ MTI വാർത്ത റിപ്പോർട്ട് ചെയ്തത്. 2023 ഒക്ടോബറിൽ ഗാസ മുനമ്പിൽ ഇസ്രായേൽ ഭരണകൂടം നടത്തിയ വംശഹത്യയുടെ ഭാഗമായി യുദ്ധകുറ്റങ്ങൾക്ക് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ഹംഗറി വിസമ്മതിച്ചതിനെതിരെയാണ് പുതിയ നീക്കം. ഏപ്രിൽ 3 മുതൽ 6 വരെയുണ്ടായ ഹംഗറി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ അദ്ദേഹത്തെ ഊഷ്മളമായി സ്വീകരിച്ചിരുന്നു. ICCയുടെ അറസ്റ്റ് വാറന്റ് പാലിക്കുന്നതിൽ ഹംഗറി പരാജയപ്പെട്ടതിനാൽ റോം നിയമത്തിൽ ഒപ്പുവെച്ച രാജ്യമെന്ന നിലയിൽ ഹംഗറിയുടെ ബാധ്യതകൾ ലംഘിച്ചതിന് ട്രൈബ്യൂണൽ ആ രാജ്യത്തെ ഔദ്യോഗികമായി കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രമുഖ മനുഷ്യാവകാശ അഭിഭാഷകനും UN മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ന്യൂയോർക്ക് ഓഫീസിന്റെ മുൻ ഡയറക്ടറുമായ ക്രെയിഗ് മൊലീബർ എക്സിലെ ഒരു പ്രസ്താവനയിലൂടെയാണ് ഹംഗറിക്കെതിരെയുള്ള നടപടി സ്ഥിരീകരിക്കുന്നത്. നെതന്യാഹു ഹംഗറി സന്ദർശിക്കുന്നതിനിടെ അറസ്റ്റ് ചെയ്യാനുള്ള ICC അഭ്യർത്ഥനയുമായി സഹകരിക്കാൻ വിസമ്മതിച്ചതിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഹംഗറിക്കെതിരായ ആർട്ടിക്കിൾ 87(7) പ്രകാരം നടപടികൾ ആരംഭിച്ചുവെന്നും അദ്ദേഹം എഴുതി ചേർത്തു. യുദ്ധം തടയുന്നതിൽ ലോക സംഘടന പരാജയപ്പെട്ടതിൽ പ്രതിഷേധിച്ച് 2023 ഒക്ടോബറിൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും രാജിവെച്ച മൊഗിബർ ഗാസയിലെ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ അതിക്രമങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നിഷ്ക്രിയത്വത്തിനെതിരായ ശക്തമായ വിമർശകൻ കൂടിയാണ്. സ്ത്രീകളും കുട്ടികളുമായി ഏകദേശം 6 ലക്ഷത്തിലധികം ഫലസ്തീനികളുടെ ജീവൻ അപഹരിച്ച യുദ്ധത്തെ അദ്ദേഹം പലതവണ വംശഹത്യയുടെ പാഠപുസ്തക കേസ് എന്നാണ് വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഗാസ മുനമ്പ് അതിന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും തീവ്രവും വിനാശകരവുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയത്. 2023 ഒക്ടോബറിൽ ആരംഭിച്ച് മിഡിൽ ഈസ്റ്റിലും വിശാലമായ അന്താരാഷ്ട്ര സമൂഹത്തിലും പ്രതിധ്വനിക്കുന്ന വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഗാസ കടന്നുപോയത്. 2023 ഒക്ടോബർ 7 ഗാസ ഭരിക്കുന്ന ഫലസ്തീൻ തീവ്രവാദി ഗ്രൂപ്പായ ഹമാസ് തെക്കൻ ഇസ്രായേലിനെതിരെ അഭൂതപൂർവവും ഏകോപിതവുമായ ആക്രമണം നടത്തിയതോടെയാണ് സംഘർഷം ആരംഭിക്കുന്നത്. ആയിരക്കണക്കിന് റോക്കറ്റുകളും അതിർത്തി ലംഘിച്ച് ഇസ്രായേലി ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചെന്നെത്തി. ഇതോടെയാണ് ആധുനിക ചരിത്രത്തിലെ വലിയ വംശഹത്യയ്ക്ക് ജൂതൻ തുടക്കം കുറിക്കുന്നത്. 1200-ലധികം ഇസ്രായേലികളുടെ മരണത്തിനും നിരവധി സിവിലിയന്മാരും സൈനികന്മാരെയും തട്ടിക്കൊണ്ടുപോകുന്നതിനും ഇത് കാരണമായി. ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ദിവസങ്ങളായിരുന്നു ഈ ആക്രമണം നടന്നത്. ഇത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി വെച്ചിട്ടും ഹമാസിന്റെ ഈ ആക്രമണത്തെ ചെറുത്തു നിൽക്കുന്നതിൽ ഇസ്രായേലിന് എവിടെയോ പാളിപ്പോയി.
ഇതുതന്നെയാണ് ഇസ്രായേലിന്റെ പ്രതികാരത്തിന്റെ അടിസ്ഥാനവും. എന്നാൽ ഹമാസിന്റെ നേതാക്കളെ വധിച്ച ഇസ്രായേൽ അതിനൊപ്പം തന്നെ ഗാസയിലെ നിരപരാധികളെ ഒന്നടങ്കം കൊന്നുതള്ളാൻ തുടങ്ങി. ഇത് ഇസ്രായേൽ ഫലസ്തീൻ സംഘർഷത്തിൽ വഴിത്തിരിവായി മാറി. 2023 ഒക്ടോബർ 7 അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തി. മറുപടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു യുദ്ധാവസ്ഥ പ്രഖ്യാപിക്കുകയും ഹമാസിനെതിരെ ഓപ്പറേഷൻ അയൺ സ്ക്വാഡ് എന്ന് വിളിക്കപ്പെടുന്ന വലിയ തോതിലുള്ള സൈനിക ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു. ദേശീയ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾക്ക് പേരുകേട്ട നെതന്യാഹു ഗാസയിലെ ഹമാസിന്റെ സൈനിക ഭരണശേഷികളെ പൂർണ്ണമായും തകർക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമാക്കി രംഗത്ത് വരികയും ചെയ്തു. തുടർന്ന് തുടർച്ചയായ ബോംബാക്രമണമാണ് ഗാസയ്ക്ക് മുകളിൽ അരങ്ങേറിയത്. ഗാസയുടെ ദുർബലമായ അടിസ്ഥാന സൗകര്യങ്ങൾ തകർത്ത ഒരു കര ആക്രമണവും നടന്നുകൊണ്ടിരുന്നു. ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് ഫലസ്തീനിയൻ ജനത പലായനം ചെയ്തുവെങ്കിലും വൈകാതെ അതിർത്തികൾ അടച്ച് ഇസ്രായേൽ പ്രതികാര നടപടികൾക്ക് വേഗത കൈവരിച്ചു. 10,000-കണക്കിന് മനുഷ്യരാണ് ആ പ്രതികാരത്തീയിൽ വെന്തുരുകി മരിച്ചു വീണത്. സ്കൂളുകൾ, ആശുപത്രികൾ, UN ഷെൽട്ടറുകൾ എന്നിവ പതിവായി ആക്രമിക്കപ്പെട്ടു. നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സർക്കാർ ഉറച്ച നിലപാട് സ്വീകരിച്ചു. ഗാസയിൽ തടവിലാക്കപ്പെട്ട ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുന്നത് വൈകിയപ്പോൾ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ പലപ്പോഴായി നിരസിക്കപ്പെട്ടു. ഏറ്റവും ആക്രമണാത്മക സൈനിക നടപടികൾക്ക് പ്രേരിപ്പിക്കുകയും ഗാസയുടെ ചില ഭാഗങ്ങളിൽ ദീർഘകാല ഇസ്രായേലി സുരക്ഷാ നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും നടത്തുകയും ചെയ്ത ഒരു വലതുപക്ഷ സഖ്യം നെതന്യാഹുവിന്റെ നിലപാടിനെ പിന്തുണച്ച് രംഗത്തെത്തി. ആഭ്യന്തരമായി നെതന്യാഹുവിനെ പ്രശംസിക്കുകയും വിമർശിക്കുകയും അവർ ചെയ്തു. ഹമാസ് ആക്രമണത്തിന് തൊട്ടുപിന്നാലെ നിരവധി ഇസ്രായേലികൾ അദ്ദേഹത്തിന്റെ കടുത്ത പ്രതികരണത്തെ പിന്തുണച്ചപ്പോൾ ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റുള്ളവർ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സുരക്ഷിതമായ തിരിച്ചുവരവിനേക്കാൾ സൈനിക ലക്ഷ്യങ്ങൾക്കാണ് അദ്ദേഹം മുൻഗണന നൽകുന്നുവെന്ന ആരോപണവും ഉന്നയിച്ചു. ഹമാസ് ഒരു സായുധ സംഘടനയാണെന്നും അവരുടെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ നിൽക്കുന്നത് ഇസ്രായേലിന് അപമാനകരമാണെന്നും പറഞ്ഞുകൊടുത്തതൊന്നും ചെവിക്കൊള്ളാതെയായിരുന്നു ഇസ്രായേലിന്റെ പ്രവൃത്തികൾ മുഴുവൻ. ഗാസയിലെ മാനുഷിക സാഹചര്യം ഐക്യരാഷ്ട്രസഭയും ഏജൻസികളും പ്രവചിച്ചതുപോലെ വലിയ ദുരന്തത്തിലേക്കാണ് എത്തിപ്പെട്ടത്. അതിർത്തികൾ അടച്ചുപൂട്ടുകയും ആവശ്യ സാധനങ്ങൾ തടയുകയും ഗുരുതരമായി പരിമിതപ്പെടുത്തുകയോ ചെയ്തതോടെ ഗാസയിലെ ജനങ്ങൾ ഭക്ഷണം, ശുദ്ധജലം, ഇന്ധനം, വൈദ്യസഹായം എന്നിവയുടെ വലിയ ക്ഷാമമാണ് നേരിട്ടത്. ആശുപത്രികൾ അനസ്തേഷ്യയോ വൈദ്യുതിയോ ഇല്ലാതെ പ്രവർത്തിക്കേണ്ടി വന്നു. ലക്ഷക്കണക്കിന് ആളുകളെ അവരുടെ വീടുകളിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചതോടെ താൽക്കാലിക അഭയാർത്ഥി ക്യാമ്പുകൾ വളർന്നു വന്നു. ഒരു വെടിനിർത്തലിന് മധ്യസ്ഥത വഹിക്കാനോ സഹായ വിതരണം സുഗമമാക്കാനോ ഉള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ പലപ്പോഴും തുടർച്ചയായ ശത്രുതകളും അതുപോലെ തന്നെ രാഷ്ട്രീയ പരിഹാരത്തിന്റെ അഭാവം കൊണ്ടും തടസ്സപ്പെട്ടുകൊണ്ടിരുന്നു. ആഗോളതലത്തിൽ നെതന്യാഹുവിന്റെ നിലപാട് കൂടുതൽ വിവാദപരമായി. അമേരിക്ക പോലുള്ള സഖ്യകക്ഷികൾ ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം സ്ഥിരീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഗാസയിലേക്ക് മാനുഷിക പ്രവേശനം ആവശ്യപ്പെടുകയും ചെയ്തു. അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ യുദ്ധം തടയണമെന്ന് പറയുമ്പോഴും ഇസ്രായേലിന് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് അമേരിക്ക ഈ യുദ്ധത്തിൽ അവരോടൊപ്പം തന്നെ നിന്നു. മരണസംഖ്യ വർദ്ധിച്ചതോടെ അന്താരാഷ്ട്ര സമൂഹം വിമർശനത്തിൽ കൂടുതൽ ശബ്ദമുയർത്തി. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘന സാധ്യതകളെക്കുറിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ വരെ ചർച്ചകൾ ഉയർന്നു വന്നു. അപ്പോഴും നെതന്യാഹുവിന്റെ സർക്കാരിൽ ചില ആഭ്യന്തര കലഹങ്ങൾ മുറുകിയിരുന്നു. വിവാദപരമായ ജുഡീഷ്യൽ പരിഷ്കാരങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ നിലവിലുള്ള അഴിമതി വിചാരണയെക്കുറിച്ചും വർഷത്തിന്റെ തുടക്കത്തിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ യുദ്ധകാല നിലപാടിൽ രാഷ്ട്രീയ അതിജീവനത്തിന് പങ്കുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നെന്നും വിമർശകർ പറയുന്നു. ചുരുക്കത്തിൽ 2023 മുതൽ 2025 വരെയുള്ള ഗാസ സംഘർഷം അങ്ങേയറ്റത്തെ ആക്രമണം, ആഴത്തിലുള്ള മാനുഷിക ദുരന്തം, എല്ലാ വശങ്ങളിലെയും രാഷ്ട്രീയ സങ്കീർണതകൾ എന്നിവയാൽ അടയാളപ്പെടുത്തപ്പെട്ടവയാണ്. എല്ലാത്തിൻ്റെയും കേന്ദ്രത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പങ്ക് നിർണായകവും ആഴത്തിലുള്ളതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കിയിട്ടും അമേരിക്കയുടെ ഗാസാമോഹത്തിന് ഇപ്പോൾ ചുക്കാൻ പിടിക്കാൻ വേണ്ടി മാത്രം ഒരിക്കൽ താഴെ വെച്ച ആയുധങ്ങൾ പിന്നെയും എടുത്ത് പ്രയോഗിക്കുകയായിരുന്നു ഇസ്രായേൽ. ബന്ദികളെ വിട്ടുകിട്ടുന്നില്ലെന്ന് ചൂണ്ടിക്കാണിച്ച് വീണ്ടും ഗാസയിൽ പ്രക്ഷുബ്ധാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഹമാസിനെ വിറപ്പിക്കണമെന്നായിരിക്കണം ഇസ്രായേൽ കരുതിയത്. അതിനിടയിൽ അമേരിക്കയിൽ ഭരണം മാറി വന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഗാസാമോഹത്തെ ശിരസാ വഹിച്ച് ഗാസയിലെ അവസാനത്തെ ഫലസ്തീനിയനെയും ലക്ഷ്യമിട്ടാണ് നരവേട്ട ഇസ്രായേൽ ആരംഭിച്ചത്. എന്തായാലും അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ പോലും കുറ്റവാളിയായിട്ടും ആർക്കും അയാളെ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന്റെ കാരണം ഹംഗറിയെ പോലെയുള്ള ചില രാജ്യങ്ങൾ തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് എന്തുതന്നെയായാലും കമന്റായി രേഖപ്പെടുത്തുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകൾ ഈ വിവരങ്ങൾ അറിയാൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.